തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഉച്ചക്കും കടയിൽ നിന്നാണ് കഴിക്കണം. അത് സമയം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് ഉണ്ടാക്കി കഴിക്കും. ഞായറാഴ്ച ദിവസം ഞാൻ പറയും പുറത്ത് പോയി മീൻകറിയും ചോറും കഴിക്കാൻ, നല്ലാണ്ട് മന്തിയും കിന്തിയൊന്നും കഴിക്കാൻ പോകില്ല കേട്ടോ. മീൻകറിയും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിവിടെ പോകാനായിട്ടാണ് ഗ്യാസ് ഇല്ലാത്ത തരം മിക്ക കടയൊക്കെ മുടക്കാന്നുള്ള എനിക്കറിയാലോ. എന്നാൽ പിന്നെ വീട്ടിൽ മീൻകറിയും ചോറും ഉണ്ടാക്കി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടും നേരെ അളിഞ്ചോടേക്ക് വിട്ട് ബഷീർഖാൻ്റെ MKB ഫിഷ്, നമ്മളവിടെ നിന്നാണ് കേട്ടോ മീനൊക്കെ മേടിക്കണം. അവിടെ പോയി കുറച്ച് മീനൊക്കെ മേടിച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് പിന്നെ എന്താണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്ത്. മല്ലിപ്പൊടി മുളക് പൊടിനെക്കാട്ടെ കുറച്ചാണ് ഇടേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും പുളി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ച്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഇവളെന്താണ് ഉള്ളിയും പച്ചവെള്ളം ഇഞ്ചിയൊന്നും ഇടണില്ലേന്ന്, പുറകെ വരോടോ ഇതൊക്കെ ഇടാൻ. അങ്ങനെ ഇതെല്ലാം തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ഇതും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി ഇല്ല എന്ത് മലയാളികൾക്ക് എന്ത് കറിയല്ലേ. എന്നിട്ട് നമ്മൾ മേടിച്ചേക്കണം മറ്റേ കാളാഞ്ചി മീനില്ലേ, അതാണ് 1/2 കിലോ മതി എന്ന് അയക്കാനോട് പറഞ്ഞാണ്. പിന്നെ എന്നോട് പറഞ്ഞ് മുളയെടുത്തോ 1 കിലോ, അത് ഞാൻ 1/2 കിലോ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മേടിക്കൂലെന്ന്. എന്നാൽ പിന്നെ എടുത്തേക്കെന്നും പറഞ്ഞുകൊണ്ട് അതും മേടിച്ച് ഇതേ കറി ആയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോഴേ ഇച്ചിരി ഉപ്പ് കുറവ് വേണ്ട, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ കുഞ്ഞിച്ചാള മേടിച്ചു. അത് ഉപ്പും കായം തേക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മീൻ മേടിക്കാനായിട്ടാണ് അവിടെ പോയത്. ഫസ്റ്റ് തന്നെ ചെമ്മീനാണ് കേട്ടോ നമ്മൾ എടുത്തത്. ചെമ്മീനും കുഞ്ഞിച്ചാളും എടുത്ത് നോക്കുമ്പോൾ ഈ കാളാഞ്ചി വെട്ടിയത് ഇവിടെ ഇവർ കൊണ്ടുവന്ന് വെക്കണ്. അത് കണ്ടപ്പോൾ ചേട്ടായി പറഞ്ഞേടി അതും കൂടി മേടിക്കണം. അതാണ് 1/2 കിലോ ചോദിച്ചത്. 1/2 കിലോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 1/2 കിലോ ഇട്ട് മേടിച്ചാൽ പിന്നെ ബാക്കി ആരും മേടിക്കൂല എന്ന് പറയും. എന്നാൽ പിന്നെ എടുത്തോന്ന് പറയും. അങ്ങനെയാണ് ഈ സാധനം എല്ലാം കൂടി മേടിക്കാൻ തയ്യാറായത്. അപ്പോൾ ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ചാള വറുത്തെടുത്ത്, നന്നായിട്ട് കിട്ടിയായിരുന്നേ. പിന്നെ ഇതേ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഇവിടെ നാളെ ഇടാട്ടോ. ചൂട് ചോറെന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. രാവിലെ വെച്ച ചോറായതുകൊണ്ട് ചൂടുണ്ടായിരുന്നില്ല. അങ്ങനെ മീൻകറിയും വെച്ച് കൊടുത്ത് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഇന്നലെ രാത്രി വെച്ച മുരിങ്ങാക്കുളം തക്കാളിൻ്റെ തോരനുണ്ടായിരുന്നു. കുഞ്ഞിച്ചാള വറുത്തതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിച്ചു പോയൊന്ന് എന്താണ് കാണിക്കണം, കോമിക്ക കാണിക്കണത്. കഴിക്കണേക്ക് മുമ്പ് ഇങ്ങനെട്ട് തലട്ടി സൂപ്പർ എന്ന് പറയല്ലേ, കറക്റ്റായിട്ട് പറയും. എന്താണ് ചാള. അപ്പതേ നമ്മുടെ ചെമ്മീൻ, മീൻകറി, ചാള വറുത്തത്, പിന്നെ ചേട്ടായി എന്ത് കിറി പോണോക്കെ. ഇനി ഞാനും കഴിക്കട്ടെ കേട്ടാ.